ഹായ് ഡോക്ടേഴ്സ്, ഞാൻ ഡോക്ടർ മുസവ്വിർ. ഡെൻ്റൽ കോളേജിൽ നിന്ന് നമുക്ക് മിസ്സായിട്ടുള്ള ഒരു പാർട്ട് ആണ് നമ്മൾ ഡെൻ്റൽ പ്രണർഷിപ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെ നമ്മൾ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മളൊരു ഡെൻ്റൽ CEO എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബാച്ച് കേരളയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് നമ്മൾ ആ ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ ഡിസ്കഷൻ ചെയ്യുന്നത്, അതല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഇൻറ്റൻഷൻസ് എന്നുള്ളതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. സോ ഒരു കോളേജിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഒരു ഡെൻറ്റിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒരു ഡെൻ്റൽ ക്ലിനിക്കിൽ നിന്ന് ഫസ്റ്റ് വൺ ഇതിൻ്റെ ഓപ്പറേഷണൽ പാർട്ട്, അതുപോലെ തന്നെ സ്ട്രാറ്റജിക്കൽ പാർട്ട്. സോ കോളേജിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഓപ്പറേഷണൽ പാർട്ട് എന്നാണ്. കാരണം ഓൾ ട്രീറ്റ്മെൻറ്റ്സ്, റെസ്റ്റോറേഷൻസ്, അല്ലെങ്കിൽ സ്കെയിലിംഗ്, എക്സ്ട്രാക്ഷൻസ്, RCT, ഇതൊക്കെ നമ്മൾ ഓപ്പറേഷൻ പാർട്ടാണ്. ഇതിൻ്റെ നമുക്ക് മിസ്സായിട്ടുള്ള ഒരു ഭാഗമാണ് സ്ട്രാറ്റജിക്കൽ പാർട്ട്. അതായത് എങ്ങനെയാണ് നമ്മളൊരു പേഷ്യൻറ്റിനെ കൺവിൻസ് ചെയ്യുക, അതല്ലെങ്കിൽ എങ്ങനെ ക്ലിനിക്കിന് ഗ്രോത്ത് കൊണ്ടുവരാൻ കഴിയും എന്നുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ഓപ്പറേഷണൽ പാർട്ടെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് ഫിനാൻസ്, അതല്ലെങ്കിൽ മണി, റവന്യൂ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പറയാൻ കഴിയും. സോ നമുക്ക് ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ വാട്ട് വി ഗെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു ഭാഗമാണ് റവന്യൂ അല്ലെങ്കിൽ പ്രോഫിറ്റ്, വാട്ട് എവർ. സോ ഇത് എങ്ങനെ, ഹൗ ടു അച്ചീവ്, ഇത് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് ഈ ഒരു സ്ട്രാറ്റജിക്കൽ പാർട്ടിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഫോർ എക്സാമ്പിൾ നമുക്ക് എന്താണുള്ളത്, ക്ലിനിക്കിൽ പേഷ്യൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ സ്റ്റാഫുകൾ ഉണ്ടാവും, നമ്മുടെ കയ്യിൽ ഫിനാൻസ് വരും, നമ്മൾ ഡീൽ ചെയ്യുന്നത് മെറ്റീരിയൽസ് ഉണ്ടാവും, ലാബ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തുണ്ട് ഇതിൽ വരുന്നുണ്ട്. പക്ഷേ ഈ ആളുകളൊക്കെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും, അതിന് എന്തൊക്കെ സ്ട്രാറ്റജീസാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്ട്രാറ്റജിക്കൽ പാർട്ടിൽ ഉണ്ടാവുക. സോ ഈ ഒരു മിസ്സിങ് പാർട്ട് റീപ്ലേസ് ചെയ്യുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് ഡെൻ്റൽ പ്രണർഷിപ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ ചെയ്യുന്നത്. ലാസ്റ്റ് നമ്മൾ കാലിക്കറ്റ് ഒരു പ്രോഗ്രാം വെച്ചു, വളരെ സക്സസ്ഫുൾ ആയിരുന്നു. സോ നെക്സ്റ്റ് നമ്മൾ 1-2 പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇതിൽ ഫ്രീ വെബിനാർസുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പെയ്ഡ് വെബിനാർസുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, പെയ്ഡ് കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നമുക്ക് മിസ്സായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ അറ്റ് പ്രസൻറ്റുള്ള ക്ലിനിക്കിനെ എങ്ങനെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ എയിം എന്നുള്ളത്.